അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തഅലീമുൽ മുതഅല്ലിം ക്ലാസ് 1. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഫളല ബനി ആദമ ബിൽ ഉലൂമി വൽ മആരിഫ് അലാ ജമീഇൽ ആലം. വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ സയ്യിദിൽ അറബി വൽ അജം വഅലാ ആലിഹി വഅസ്ഹാബിഹി യനാബിഅൽ ഉലൂമി വൽ ഹികം. ബഹുമാനപ്പെട്ട ഇമാം സർനൂജി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് തഅലീമുൽ മുതഅല്ലിം. ഇതിന്റെ പൂർണ്ണ പേര് തഅലീമുൽ മുതഅല്ലിം ത്വരീഖത്ത് തഅല്ലുമി. വിദ്യാർത്ഥിയെ പഠിപ്പിക്കുക. പഠിക്കുന്നതിന്റെ വഴിയെ, പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വിദ്യാർത്ഥിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഒരു മതവിജ്ഞാനത്തിന്റെ പ്രസക്തി, മതവിദ്യാർത്ഥികൾ പാലിക്കേണ്ട മര്യാദകൾ, അവരുടെ സ്വഭാവം എങ്ങനെയാവണം തുടങ്ങി കാര്യങ്ങളൊക്കെ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ബറക്കത്തെടുത്ത് ഈ കിതാബ് ഞാൻ ആരംഭിക്കുന്നു. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ബറക്കത്തെടുത്ത് ഈ കിതാബ് ഞാൻ ആരംഭിക്കുന്നു. എങ്ങനത്തെ അള്ളാഹുവാണ്? അർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ. അൽഹംദുലില്ലാ, അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനാണ്. അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനാണ്. അല്ലദീ എങ്ങനത്തെ അള്ളാഹുവാണ്? ഫളല ബനി ആദമ ബിൽ ഉലൂമി വൽ മആരിഫി. ഫളല അവൻ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. ബനി ആദമ മനുഷ്യരെ, ആദം സന്തതികളെ അവൻ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. എന്തുകൊണ്ട്? ബിൽ ഉലൂമി വൽ മആരിഫി, ഇൽമ കൊണ്ടും മഅരിഫത്ത് കൊണ്ടും. ഇപ്പൊ ഇൽമ കൊണ്ടും മഅരിഫത്ത് കൊണ്ടും ആദം സന്തതികളെ അവൻ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. ആരേക്കാൾ? അലാ ജമീഇൽ ആലമി, ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും. ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും ഇൽമ കൊണ്ടും മഅരിഫത്ത് കൊണ്ടും ആദം സന്തതികളെ അവൻ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. അങ്ങനത്തെ അള്ളാഹു, ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും. മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തതിന് ശേഷം അറിയുന്നതിനാണ് മഅരിഫത്ത് എന്ന് പറയുക. അപ്പൊ ഇവിടെ അൽഹംദുലില്ലാ സർവസ്തുതിയും അള്ളാഹുവിനാണ്. അല്ലദീ എങ്ങനത്തെ അള്ളാഹുവാണ്? ഫളല അവൻ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു ബനി ആദമ ആദം സന്തതികളെ. എന്തുകൊണ്ട്? ബിൽ ഉലൂമി വൽ മആരിഫി, ഇൽമ കൊണ്ടും മഅരിഫത്ത് കൊണ്ടും. ആരേക്കാൾ? അലാ ജമീഇൽ ആലമി, ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും. ആലമ് എന്ന് പറഞ്ഞാൽ മാ സിവൽ ബാരി തആല, അല്ലാഹു തആല അല്ലാത്തതൊക്കെ ആലമാണ്. വസ്സലാത്തു അല്ലാഹുവിന്റെ സ്വലാത്ത്, വസ്സലാമു അല്ലാഹുവിന്റെ സലാമും അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ. എങ്ങനത്തെ മുഹമ്മദ് നബിയാണ്? സയ്യിദിൽ അറബി വൽ അജം, അറബികളുടെയും അനറബികളുടെയും നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ. വഅലാ ആലിഹി, അവിടുത്തെ കുടുംബങ്ങളുടെ മേലും, വഅസ്ഹാബിഹി, അവിടുത്തെ അനുയായികളുടെ മേലും. യനാബി അൽ ഉലൂമി വൽ ഹികം, ഇൽമിന്റെയും ഹിക്മത്തിന്റെയും ഉറവിടങ്ങളായ, ഇൽമിന്റെയും ഹിക്മത്തിന്റെയും ഉറവിടങ്ങളായ. യനാബി എന്ന് പറഞ്ഞാൽ ഉറവിടം, ഉറവ പൊട്ടുന്ന സ്ഥലം എന്നാണല്ലോ. യനാബി എന്ന് പറഞ്ഞാൽ യംബൂഇന്റെ ജംആണത്. വബഅദു, ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം എന്നിവയ്ക്ക് ശേഷം. ഫലമ്മാ റഅയ്തു കസീറൻ മിൻ തുല്ലാബിൽ ഇൽമി ഫീ സമാനിന യജിദ്ദൂന ഇലൽ ഇൽമി വലാ യസിലൂന. ഫലമ്മാ റഅയ്തു, ഞാൻ കണ്ടപ്പോൾ. ഫലമ്മാ റഅയ്തു, ഞാൻ കണ്ടപ്പോൾ. കസീറൻ മിൻ തുല്ലാബിൽ ഇൽമി, ഇൽമ തേടുന്നതായ വിദ്യാർത്ഥികൾ, അത് അവരിൽ നിന്ന് അധികരിച്ച ആളുകളെയും. ഫീ സമാനിന, നമ്മുടെ ഇക്കാലത്ത്. യജിദ്ദൂന, അവർ പരിശ്രമിക്കുന്നു. പക്ഷേ യജിദ്ദൂന ഇലൽ ഇൽമി, ഇൽമിലേക്ക് അവർ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലാ യസിലൂന, അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല, അവരെത്തുന്നില്ല, ലക്ഷ്യത്തിലേക്ക് അവരെത്തുന്നില്ല. അപ്പൊ നമ്മുടെ ഇക്കാലത്ത് വിജ്ഞാന സമ്പാദനത്തിനായി കഠിനമായി പരിശ്രമിക്കുന്നവരെ കാണുന്നുണ്ട്. പക്ഷേ അവരെന്താക്കുന്നില്ല? ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. ഔ മിൻ മനാഫിഇഹി വസമറാത്തിഹി,
അല്ലെങ്കിൽ ഇൽമിന്റെ ഉപകാരങ്ങളെ തൊട്ടും വ സമറാത്തിഹി അതിന്റെ ഫലങ്ങളെ തൊട്ടും യുഹ്റമൂന അവർ തടയപ്പെട്ടിരിക്കുന്നു. അപ്പോ യുഹ്റമൂന തടയപ്പെട്ടിരിക്കുന്നു മിൻ മനാഫിഇഹി ഇൽമിന്റെ ഉപകാരങ്ങളെ തൊട്ടും വ സമറാത്തിഹി ഇൽമിന്റെ ഫലങ്ങളെ തൊട്ടും അവർ തടയപ്പെട്ടിരിക്കുന്നു. അങ്ങനത്തെ ആളുകൾ അപ്പൊ ഈ കാലഘട്ടത്തിൽ വിജ്ഞാന സമ്പാദനത്തിനായി കഠിനമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. അതേ പ്രകാരം തന്നെ ഉപകാരങ്ങളെ തൊട്ടും ഫലങ്ങളെ തൊട്ടും ഒക്കെ അവർ തടയപ്പെട്ടിരിക്കുന്നു. വഹിയൽ അമലു ബിഹി വൻ നശ്റു എന്താണ് ഉപകാരം ഫലം എന്നൊക്കെ പറഞ്ഞാൽ അതനുസരിച്ച് അമൽ ചെയ്യുക, അത് വ്യാപിപ്പിക്കുക, അതൊക്കെയാണല്ലോ അതിന്റെ മൻഫഅത്തും സമറാത്തും. ഇതിനെ തൊട്ടൊക്കെ ഇവർ തടയപ്പെടുകയും ചെയ്യുന്നു. എന്താണ് കാരണം? ഇതിന്റെ കാരണം എന്താണ്? ലിമാ അന്നഹും അഖ്തൗ തറായികഹു തീർച്ചയായും അവർ പിഴച്ചിരിക്കുന്നു. എന്ത്? ഇൽമിന്റെ വഴികൾ അവർ പിഴച്ചിരിക്കുന്നു. വ തറക്കൂ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്തിനെ? ശറാഇതഹു അതിന്റെ നിബന്ധനകൾ. ഇൽമു പഠിക്കുന്ന ആളുകൾക്ക് കുറെ നിബന്ധനകളൊക്കെ ഉണ്ട്. ആ നിബന്ധനകളൊക്കെ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. വ കുല്ലു മൻ അഖ്തഅ ത്വരീക ലല്ല വഴി പിഴച്ചതായ എല്ലാ ഒരുത്തനും അവൻ വഴി പിഴച്ചവനാണ്. അവന് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. ഒരാളെ വഴി പിഴച്ചു പോയാൽ പിന്നെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. അതാ വലാ യനാലുൽ മഖ്സൂദ കല്ല ഔ ജല്ല ലക്ഷ്യത്തെ എത്തിക്കാൻ കഴിയില്ല. കല്ല അത് ചെറുതാവട്ടെ ഔ ജല്ല അല്ലെങ്കിൽ വലുതാവട്ടെ, എത്ര വലിയതായാലും എത്ര ചെറിയതായാലും വഴി പിഴച്ചു പോയാൽ പിന്നെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. അത് വകുല്ലു മൻ അഖ്തഅ ത്വരീക വഴി പിഴച്ചതായ എല്ലാ ഒരുത്തരും ലല്ല അവൻ വഴി പിഴച്ചവനാണ്. വലാ യനാലുൽ മഖ്സൂദ അവൻ ലക്ഷ്യത്തെ എത്തിക്കാൻ കഴിയില്ല. കല്ല ഔ ജല്ല ലക്ഷ്യം ചെറുതാവട്ടെ വലുതാവട്ടെ. ഇങ്ങനൊക്കെ കണ്ട സമയത്ത് ഇതിപ്പോ മൂപ്പര് ഒരു അനുഭവം പറയുകയാണ്. ഫഅറത്തു ഞാൻ ഉദ്ദേശിച്ചു, വ അഹ്ബബ്തു ഞാൻ ഇഷ്ടപ്പെട്ടു. എന്തിനെ? അൻ ഉബയ്യിന ലഹും അവർക്ക് വ്യക്തമാക്കി കൊടുക്കലിനെ. എന്തിനെ? ത്വരീഖ തഅല്ലുമി പഠിക്കുന്നതിന്റെ വഴിയെ, പഠിക്കേണ്ട വഴി എങ്ങനെയാണ് അത് ഒന്ന് വ്യക്തമാക്കി കൊടുക്കൽ ഞാൻ ഉദ്ദേശിച്ചു, ഞാൻ ഇഷ്ടപ്പെട്ടു. എന്തനുസരിച്ച്? അലാമാ റഅയ്തു ഞാൻ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ, ഫിൽ കുത്തുബി കിതാബുകളിലൊക്കെ ഞാൻ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ, വ സമിഅതു ഞാൻ കേട്ടതിന്റെയും അടിസ്ഥാനത്തിൽ. ആരിൽ നിന്ന്? മിൻ ഉലിൽ ഇൽമി വൽ ഹികമി ഇൽമും ഹിക്മത്തും ഉടയവരായ ആളുകൾ, അതായത് ഉന്നത പണ്ഡിതന്മാർ, അവരിൽ നിന്നൊക്കെ ഞാൻ കേട്ടതിന്റെയും കിതാബുകളിൽ ഞാൻ കണ്ടതിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ എന്താക്കി ഇങ്ങനൊരു വഴികളൊക്കെ പഠിക്കേണ്ട വഴിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, ഒന്ന് വിശദമാക്കി കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. അല്ലാതെ എന്റെ വക സ്വന്തം പറയല്ല. ഇങ്ങനെ ചെയ്യുമ്പോ ഇതിന്റെ ഉദ്ദേശം എന്താണ്? റജാ ദുആ അലി എനിക്ക് ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ആരിൽ നിന്ന്? മിനർ റാഗിബീന ഫീഹി ഇൽമ് ലഭിക്കണമെന്ന് ശക്തമായ ആഗ്രഹമുള്ള ആളുകൾ, ആ ശക്തമായ ആഗ്രഹമുള്ളവരിൽ നിന്ന് എനിക്ക് ദുആ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. മുഖ്ലിസീന ബിൽ ഫൗസി അതേ പ്രകാരം തന്നെ ഫൗസ് കൊണ്ട്, വിജയം കൊണ്ടും. എങ്ങനത്തെ റാഗിബീങ്ങളാണ്? അൽ മുഖ്ലിസീന തനിപ്പിക്കപ്പെട്ടവരായ. എന്തുകൊണ്ട്? ബിൽ ഫൗസി വിജയം കൊണ്ടും, വൽ വസ്സവാബി കൂലി കൊണ്ടും, വൽ ഹലാസി രക്ഷ കൊണ്ടും. എവിടെ? ഫി യൗമിദ്ദീനി അന്ത്യനാളിൽ. അപ്പൊ അന്ത്യനാളിൽ രക്ഷ വേണം. അതിനൊക്കെ വേണ്ടി മഹാന്മാരിൽ നിന്ന് കേട്ടതിന്റെയും കിതാബുകളിൽ കണ്ടതിന്റെയും അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു കിതാബ് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. ഇത് എന്നെ ബഅദ മസ്തഹർത്തുല്ലാഹ തആല ഫീഹി ഇത് സ്വന്തം ചെയ്തതല്ല. ബഅദ മസ്തഹർത്തുല്ലാഹ തആല ഫീഹി അതിൽ അള്ളാഹുവിനോട്, അതായത് ഞാൻ അള്ളാഹുവിനോട് ഈ വിഷയത്തിൽ ഇസ്തിഹാറത്ത് തേടിയതിനു ശേഷം, അള്ളാഹുവിനോട് ഇസ്തിഹാറത്ത് തേടിയിട്ടുണ്ട്, ഖൈറിനെ തേടിയിട്ടുണ്ട്, അതിനുശേഷമാണ്. വസമ്മൈതു ഞാൻ പേര് വെച്ചു ഹു ഈ കിതാബിനിക്ക്. എന്താ പേര് വെച്ചത്? തഅലീമൽ മുതഅല്ലിമി ത്വരീഖ തഅല്ലുമി. തഅലീമൽ മുതഅല്ലിമി വിദ്യാർത്ഥിയെ പഠിപ്പിക്കുക. എന്ത്? ത്വരീഖ തഅല്ലുമി പഠിക്കുന്നതിന്റെ വഴിയെ, പഠിക്കേണ്ടത് എങ്ങനെയാണ്, അതിന്റെ വഴി എങ്ങനെയാണ്, എങ്ങനെ പഠിച്ചാലാണ് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുക എന്നതിനെ കുറിച്ചൊക്കെ ഒരു കിതാബ്. അത് സമ്മൈത്തു ഞാൻ പേര് വെച്ചു ഹു ഈ കിതാബിനിക്ക് തഅലീമൽ മുതഅല്ലിം. എന്താണ് തഅലീമുൽ മുതഅല്ലിം? വിദ്യാർത്ഥിയെ പഠിപ്പിക്കുക.
ത്വരീഖത്ത് തഅല്ലുമി, പഠിക്കുന്നതിന്റെ വഴിയെ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുക എന്നാണ്. അങ്ങനെയാണ് ഈ കിതാബിന് പേര് വെച്ചത്. വജഅൽതു, ഞാനാക്കി ഹു, ഈ കിതാബിനെ ഫുസൂലൻ, കുറെ ഫസ്ലുകളാക്കി, കുറെ അധ്യായങ്ങളാക്കി. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി, അതിന്റെ മേൽ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എനിക്ക് തൗഫീഖില്ല. തവക്കൽതു വഇലൈഹി ഉനീബ്, തവക്കൽതു, ഞാൻ അള്ളാഹുവിനെ വരമേൽപ്പിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ എനിക്കൊരു സൗഭാഗ്യവും ലഭിച്ചിട്ടില്ല. ഞാൻ അവനെന്താക്കുന്നു? വരമേൽപ്പിക്കുന്നു. വഇലൈഹി ഉനീബ്, അവനിലേക്ക്, അള്ളാഹുവിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. പിന്നെ ഇവിടെ തഅലീമുൽ മുതഅല്ലിം ത്വരീഖത്ത് തഅല്ലും എന്ന് പേര് വെച്ചു. പിന്നെ പഠനത്തിന്റെ സൗകര്യാർത്ഥം വിവിധ ഹെഡിങ്ങുകളായി, അധ്യായങ്ങളായി ഇതിനെന്താക്കിയിട്ടുണ്ട്? വേർതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്, അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ എനിക്കൊരു സൗഭാഗ്യവും ലഭിച്ചിട്ടില്ല. ഞാൻ അള്ളാഹുവിനെ വരമേൽപ്പിക്കുന്നു, ഞാൻ അവനെന്താക്കുകയാണ്? വരമേൽപ്പിക്കുകയാണ്, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. ഫആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.